നേരം വൈകിയതിനാൽ ബ്രാഞ്ച് മാനേജർ അവനെ വിളിച്ചു. സർ, ഒരു അക്കൗണ്ട് കൂടിയുണ്ട്, അത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉടനെ തിരിച്ചെത്താമെന്ന് അവൻ മറുപടി പറഞ്ഞു. വഴിയിൽ നിന്ന ഒരാളോട് അവൻ അഡ്രസ് തിരക്കുന്നു. അതാ യക്ഷിക്കാവ് കഴിഞ്ഞ് കാണുന്ന അടുത്ത വീടാണെന്ന് അയാൾ പറഞ്ഞു. അവൻ ഡോറിൽ മുട്ടി വിളിച്ചു. സരോജിനി എന്ന ഡ്യൂബ് കസ്റ്റമർ എത്തി. കുറച്ചുനേരം അവർ തിരിച്ചടവിനെ കുറിച്ച് സംസാരിച്ചു. എന്നാൽ ധാർഷ്ട്യത്തോടെയുള്ള സരോജിനിയുടെ പ്രതികരണം അവനിൽ ദേഷ്യമുണ്ടാക്കി. എന്റെ പൈസ കിട്ടിയിട്ട് സാറിന് ഇവിടുന്ന് പോകാൻ കഴിയുമെന്ന് കരുതണ്ട എന്ന് സരോജിനി പറഞ്ഞുകൊണ്ടേയിരുന്നു. തന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയാഞ്ഞതിലുള്ള ദേഷ്യത്തിൽ സരോജിനിയോട് കയർത്ത് സംസാരിച്ചുകൊണ്ട് നീരജ് ആ വീടിന്റെ പടിയിറങ്ങി. തിരികെ മടങ്ങവേ അവൻ മാനേജരെ വിളിച്ചു. എന്തൊരു അഹങ്കാരിയാണ് സർ ആ സ്ത്രീ, എന്തൊരു ധാർഷ്ട്യം അവർക്ക്. നീ ആരുടെ കാര്യമാ പറയുന്നത്? മാനേജർ ചോദിച്ചു. സർ, ആ വെള്ളിമലയിലെ യക്ഷിക്കാവിനടുത്ത് താമസിക്കുന്ന സരോജിനിയുടെ കാര്യം. എടാ, അതൊരു ഡിമൈസ്ഡ് അക്കൗണ്ട് ആണല്ലോ. ഡിമൈസ്ഡ് അക്കൗണ്ടോ? എടാ, അവർ മരണപ്പെട്ടു. കടം കൊണ്ട് നിക്കക്കളിയില്ലാതെ അവരും മക്കളും ആത്മഹത്യ ചെയ്തതാണ്.